Dragnet. Thank you for your support and subscribe. എല്ലാവർക്കും ട്രക്നെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞങ്ങൾ പോകുന്നത് നമ്മളെ ഫാൻറ്റം റോക്കിലൊക്കെയാണ്. ഇവിടെ അമ്പലവയൽ അടുത്ത് തന്നെയുള്ള ഒരു ചെറിയ സ്ഥലമാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ ഏരിയൊന്നും പിടിക്കാണ്ട് ചെറിയൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ ബാക്കി നമ്മളെ എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് നേരെ പുറപ്പെട്ടു. അപ്പോൾ അവർ അമ്പലവയലിൽ നിന്ന് ജിത്തൊക്കെ അവിടെ തന്നെയാണ്. അപ്പോൾ അവരവിടുന്ന് നേരെ അങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യും. അപ്പോൾ ഫാൻറ്റം റോക്കിൽ പോയി അവിടേക്കൊന്ന് കണ്ട് ജസ്റ്റ് വരിക. പിന്നെ നെല്ലാർച്ചാലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ അവിടെയും കൂടെ കവർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കാണാം. വഴിയൊക്കെ അടിപൊളിയാട്ടോ. ഇപ്പോൾ ഒന്നാമത് എല്ലാ മരങ്ങളും നന്നായിട്ട് പുതിയ തളിർപ്പ് വന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ മൊത്തത്തിൽ കാണാൻ അടിപൊളിയാണ്. എല്ലാ മരങ്ങളെയും പുതിയ തളിർപ്പുകളാണ് കണ്ടോ. എല്ലാം നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞങ്ങൾ മെല്ലെ വേഗം ഒന്നതിൻ്റെ മേലെ കയറിയത് കണ്ടിട്ട് നേരെ ഇവിടുന്ന് ഈ കാണുന്ന ഇതാണ് കേട്ടോ നമ്മളെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ കുളകപ്പാറ മലയൊക്കെ ഭയങ്കര ക്ലോസ് ആയിട്ട് കാണാം. അതാണ് കുളകപ്പാറ മല. ഇത് കണ്ടില്ല, ഇത് കുളകപ്പാറ മല. ഇതിൻ്റെ താഴെ വേറൊരു മലയുണ്ട്. അപ്പോൾ ഇതാ ഇതുണ്ട് നല്ല വ്യൂ, അതിമനോഹരമായിട്ട് കാണാം കേട്ടോ. ഇതാണ് ഫാൻറ്റം റോക്ക്. അപ്പോൾ ഞങ്ങൾ അതിലേക്ക് ജസ്റ്റ് ഒന്ന് അപ്പുറത്ത് കൂടി ഒന്ന് നടക്കുന്നു. ഈ വഴിയുണ്ട്. ഞാനിപ്പോൾ ഇതിലെ ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മെല്ലെ അങ്ങോട്ടേക്ക് നടക്കാം. ഫാൻറ്റം എന്ത് മനോഹരമായ കാഴ്ചകളാണ് നോക്ക്. സൂപ്പറാട്ടോ. അത് കാലാവസ്ഥ ഭയങ്കര അനുകൂലമാണ്. മേഘങ്ങളൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിൽ നടന്ന് കുറച്ച് കണ്ടോ നല്ല ഫോട്ടോയൊക്കെ എടുക്കാൻ ഒരു രക്ഷയില്ല കേട്ടോ. പൊളി സീനറിയാണ്. അവരവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. മേലെ കയറണം നീച്ചപ്പോൾ നമുക്ക് മേലെ കയറാം. കുഞ്ഞുങ്ങളൊക്കെ അതിൻ്റെ മേലെ കയറാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ ഞങ്ങൾ മെല്ലെ ഇതുണ്ട്. ഇതിലെ കുറച്ച് നമ്മൾ ഇങ്ങോട്ട് പോകുന്ന വഴി പോലെ തന്നെയാണ്. ഇതുണ്ടോ കുറച്ച് ഒരു ഫോട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതുണ്ടോ. വഴികൾ രസമാണ് കേട്ടോ അല്ലേ. ഇതിലെ ഇന്ന് തീരെ ആള് കുറവാണ്. ഒരു സൺഡേ നമുക്ക് കൂടുതൽ എന്താ പറയാ റിസ്ക് എടുത്ത് പോകാൻ പറ്റാതെ എന്നാൽ നാച്ചുറൽ ആയിട്ടുള്ള ചെറിയൊരു സ്ഥലം. എപ്പോൾ വേണമെങ്കിലും വരാട്ടോ. എല്ലാ ദിവസവും തന്നെ എൻട്രി ഉണ്ട് ഇവിടെ. നല്ല ഭംഗിയാണ് കാണാൻ. ടിക്കറ്റ് ഒന്നുമില്ല. അതാണ്, എൻട്രി ഫീ ഒന്നുമില്ല. ചെറിയ ഇതാണ്, പക്ഷെ കാണാൻ നല്ല ഇതാണ്. ഫോട്ടോയൊക്കെ എടുക്കേണ്ടവർക്കാണെങ്കിൽ വന്ന് അടിപൊളിയായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. ഈ സമയങ്ങളിൽ വരികയാണെങ്കിൽ കണ്ടില്ലേ നല്ല അതിന്റെ മുകളിൽ കയറി ഇരിക്കുന്നതാണ് ഇവിടുത്തെ ഒരു ഇതെന്ന് പറയുന്നത്. ഇതാണ് ഫാൻറ്റം റോക്ക് അല്ലേ. ഞങ്ങൾ ഒരു അതിലെ അങ്ങോട്ടേക്ക് കയറി. ഇതോടൊപ്പം തന്നെ ഓടിയെത്തി. ഞാനും വേഗം തന്നെ കയറട്ടെ. വാവ് ഗുഡ്. എന്താ നിച്ചപ്പാ? നിച്ചപ്പൻ്റെ പുതിയ പാട്ടാണ്. തമ്പുരി ചേച്ചി എവിടെ? എവിടെ തമ്പുരി ചേച്ചി എവിടെ? കുട്ടിച്ചൻ്റെ അടുത്താ? അപ്പൂൻ്റെ അടുത്താ? എന്നാ ആളൊന്നുമില്ല അല്ലേ അധികം അല്ലേ? അല്ലേ, ഒരു ഞങ്ങൾ വന്നപ്പോൾ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. വേറെ ആരും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ രേഷ്മയും അപ്പും ആണ് ഏറ്റവും മുന്നിൽ. ഞങ്ങൾ നല്ല അങ്ങനെ വഴികളൊക്കെ നല്ല രസമാണ് കേട്ടോ. വന്നു കഴിഞ്ഞാലേ നല്ല നടക്കാൻ ചെറിയൊരു ട്രക്കിങ്, വലിയ ട്രക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല, വളരെ ഏറ്റവും ചെറിയ ട്രക്കിംഗ് എന്ന് പറയാൻ പറ്റുള്ളൂ വയനാട്ടിലെ മറ്റു സ്ഥലങ്ങളെയൊക്കെ അപേക്ഷിച്ചിട്ട്. അതെ, എല്ലാവർക്കും വരാട്ടോ. വലിയവർക്കും ചെറിയവർക്കൊക്കെ വന്ന് ചാടിപ്പടഞ്ഞ് കയറിപ്പോയി ഒന്ന് കണ്ട് വ്യൂ നല്ല രസമാട്ടോ. ഇവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും തന്നെ നല്ല വ്യൂ കിട്ടുന്നുണ്ട്. ചുറ്റോട് ചുറ്റും പാറയും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള അയ്യോ പിള്ളേരൊക്കെ പടപടാന്ന് ചാടി കയറി. എടാ ഇതിൻ്റെ താഴെ കോറിയാണോ ചിത്തുപ്പടെ? അത് കോറിയാ? ഇതിൻ്റെ താഴെ ഒരു കോറി ഉണ്ട് കേട്ടോ. അവിടെ നോക്കട്ടെ കവർ ചെയ്യാൻ പറ്റുമോന്ന്. എന്നിട്ടാണ് ഞങ്ങൾ ആ കോറിയും കൂടി എടുക്കണം. അവിടെ ചെറിയ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ പാറയിൽ ഇങ്ങനത്തെ ഈ മണലുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ശരിക്ക് സ്ലിപ്പാവും.
ഷൂട്ടൊക്കെ വന്നാൽ അന്നെ പോണേം. അപ്പോൾ അത് ശ്രദ്ധിക്കണം, വേറെ സീനൊന്നുമില്ല. വാ, അതാണ് നമ്മളെ ഇനി കയറാൻ പോണ സ്ഥലം കേട്ടോ. ഞങ്ങളിതാ പിന്നെ ഫാൻഡർ റോക്കിൻ്റെ അടിയിലെത്തി. എങ്ങോട്ടേക്കാ? ആണോ? രേഷ്മ എല്ലാം അതിൻ്റെ മേലെ കയറാനുള്ള ഉദ്യമത്തിലാണ്. അപ്പു വഴി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതിൽ പിടിക്കേച്ചി ഇങ്ങനെയാണ് കയറേണ്ടതെന്നൊക്കെ. കുഞ്ഞും ആവേശപരമായിട്ട് കയറാനുള്ള പരിപാടിയാണ്. ആഹാ, എല്ലാവരും കയറി കഴിഞ്ഞിട്ട് ഞാൻ കയറാം. ഒരു കയറിയിട്ട് വ്യൂ എങ്ങനെയുണ്ട് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് കയറാം. അല്ലേ ഇതു ഫോട്ടോ എടുക്കണം. ഇതിൻ്റെ താഴെ ഇതൊക്കെ അമ്പാ നല്ല കുഴി കേട്ടോ. ഇതൊക്കെ എൻ്റെ അമ്മ ശരി അസാധ്യ കുഴി കേട്ടോ. ഇവിടെ നല്ല വ്യൂ ആണ്. ഇതുണ്ടോ, അടിപൊളി. കയറി കുഞ്ഞു. അപ്പൊ അവള് രേഷ്മ ഏറ്റവും മേലേക്ക് എത്തി. എങ്ങനെയുണ്ട് വ്യൂ അവിടെ? ആ അടിപൊളിയാ. ഞങ്ങൾ മേലെ കട്ടെ. തമ്പുര് കയറുന്നു. കുഞ്ഞു കയറി. എടി എങ്ങോട്ടാ? തമ്പുര് നീ കയറുന്നുണ്ടോ? ആ ഞാനതി മേലെ. ആ കുഞ്ഞു നമ്മൾ വിചാരിക്കുന്ന അത്ര ഈസി ഒന്നും അല്ല. സംഭവം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. കാണുമ്പോ കുറച്ച് സിമ്പിൾ ആയി തോന്നുമെങ്കിലും പക്ഷെ ഇവിടെ ആ ഒരു ചെറിയ പോഷൻ അത്രേ ഉള്ളൂ. ആ ഇതിലേം കയറാലോ? പറ്റില്ല. ഇതിലെ തന്നെ കയറിക്കുന്നോ? റിസ്ക് ആണെങ്കിലും ഒരു വിധത്തില് കേറിട്ടോ. പിള്ളേരെയും നിച്ചപ്പനെ കയറ്റി ഞാനും മെല്ലെ കയറി ഇവിടെ എത്തിയിട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇത് അപ്പു തമ്പുരുവിനെ കൂട്ടാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല കാറ്റാണ്. ഇതുണ്ടോ, നല്ല വ്യൂ ആട്ടോ. ഇതൊക്കെ എന്ത് ഭംഗിയാണ് കാണാൻ, ചുറ്റോട് ചുറ്റും കാണാം. മേലെ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും നല്ല രസമുണ്ട്. ഇവിടെ ഇരുന്ന് ഈ കാറ്റും കൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കാതാ. അപ്പോൾ അവരെയും കൂടി തമ്പുരുവിനെയും കുഞ്ഞുവിനെയും ജിത്തും കൂടി വന്നു കഴിഞ്ഞാൽ ആയി. നമ്മൾ അവരും കൂടി കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ജസ്റ്റ് വെയിറ്റിങ്ങിലാണ്. തമ്പുരു കുട്ടി വാ പിടിച്ച് കയറി തമ്പുരു. അപ്പൊ തമ്പുരുവിന് ചെറിയൊരു പേടി പിടിക്കുന്നുണ്ട്. തമ്പുരുവിനെ മെല്ലെ ഞാനങ്ങോട്ട് കേട്ടിട്ടോ. ഒരു തമ്പുരുവിനെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് തമ്പുരു കയറിപ്പാമത്തെ കരിപ്പിക്കോ. നിച്ചപ്പനും രേഷ്മ അവിടെ ഉണ്ട്. തമ്പുരുക്കുട്ടി ഓടിച്ചല്ലേ. വാ, അടിപൊളി. തമ്പുരും കയറി. ഇനിയിപ്പോൾ ജിത്തും കുഞ്ഞുള്ളൂ. ഒരു പിന്നെ കയറിക്കോളും, പേടിക്കണ്ട. വാ. അപ്പം ഞാൻ അവർ കയറുന്ന അയ്യോ അടിപൊളി. വേമ്പാ. ഏകദേശിൻ്റെ മേലെത്തിട്ടോ. രേഷ്മയും ജിത്തും ഏറ്റവും ടോപ്പിലെത്തി. നിച്ചപ്പനും തമ്പുരും അതിൻ്റെ താഴെ വെക്കുന്നുണ്ട്. പിന്നെ വേറെ വന്ന 1-2 ഗസ്റ്റ് ഉണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഇവരിത് മേലെന്ന് ഇതാണ്. ഞാനപ്പോൾ ജസ്റ്റ് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്നു. കുറച്ച് പേര് താഴെ വന്ന് നിൽക്കുന്നുണ്ട് ജസ്റ്റ് കയറാൻ വേണ്ടിയിട്ട്. അവരൊക്കെ കുറേ പേര് ഇപ്പോൾ ആളുകൾ വന്നു തുടങ്ങിട്ടോ. അടിപൊളിയാണ്, അസാധ്യ വ്യൂ ആണ്. ഇവിടെ സൈഡിലൊക്കെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂപ്പറാണ്. സൂപ്പർ കേട്ടോ. നമ്മളെ കുളകപ്പാറയാണ്. ഇങ്ങോട്ടേക്ക് ഇതാ ബത്തേരി. അടിപൊളി, നല്ല കാറ്റ് കിട്ടുന്നുണ്ട് ഇവിടെ. ആവേശത്തിന് കയറിപ്പോയെങ്കിൽ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷെ അവിടെ വ്യൂ അടിപൊളിയാന്ന് പറയുന്നു. ഞങ്ങൾ കയറിയിട്ടില്ല കേട്ടോ. ഞങ്ങൾക്ക് വയ്യ, റിസ്ക് എടുക്കാൻ വയ്യ.
മക്കൾ രണ്ടാളെ കൊണ്ടുള്ള കൊണ്ട് ആ ഇല്ലെങ്കിൽ ഞങ്ങൾ എന്തായാലും കയറിയായിരുന്നു. കാരണം ഇവര് കയറുമ്പോഴേക്ക് ഇവരും വരുന്നുള്ളത് കൊണ്ടേ. കാരണം ഒരു കാല് മെല്ലെ നോക്കി ഇറങ്ങിട്ടോ. അപ്പം ഏകദേശം ഇവിടെ എല്ലാം കവർ ചെയ്തിട്ടോ. ഇനി മെല്ലെ താഴേക്ക് ഉള്ള പരിപാടിയാണ്. അടിപൊളിയില്ലേ? അമ്പ അവിടെ കുഞ്ഞിനെ ആ അപ്പോൾ പാറയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്ക് എല്ലാവർക്കും വിശന്നു. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി കുറച്ച് കപ്പ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് ഉള്ളിച്ചള്ളാസും കുറച്ച് കട്ടൻ ചായയും. മക്കളൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ നമുക്ക് നടന്നു കഴിയുമ്പോൾ ക്ഷീണം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ കുറച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇതൊക്കെ കഴിച്ച് ഇനി മെല്ലെ ഇവിടെ നിന്ന് അങ്ങ് ഇറങ്ങണം. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് ഒരു ഇലയിലൊക്കെ ഇട്ട് കഴിച്ചാൽ അടിപൊളിയാട്ടോ. നല്ല കാറ്റും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ടേസ്റ്റ് നോക്കി ഇതിങ്ങനെ കഴിച്ച് നേരെ അങ്ങ് ഇറങ്ങും. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോ കാണാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും കമൻ്റ് ഇടാനൊന്നും ആരും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് പുതിയൊരു സ്ഥലത്ത് കണ്ടുമുട്ടാം.